ആദരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ജൂൺ 19 നമ്മൾ മലയാളികൾ വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ P.A. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഒരു പുസ്തകം തുറക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ തുറക്കുന്നത് അറിവിന്റെയും ഭാവനയുടെയും ഒരു വലിയ ലോകമാണ്. വായന തന്നെ പുതിയ നാടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, വ്യത്യസ്തരായ മനുഷ്യരെ പരിചയപ്പെടുത്തുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഭാവനയിൽ കാണാൻ വായന നമ്മെ സഹായിക്കും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും നമ്മുടെ സമയം ഏറെക്കുറെ കവർന്നെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ചെറിയ കുറിപ്പുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഒരു പുസ്തകം നേരുന്ന ആഴത്തിലുള്ള അറിവോ ആനന്ദമോ നമുക്ക് ലഭിക്കാതെ പോകുന്നു. പുസ്തക വായന നമ്മുടെ ഏകാഗ്രത കൂട്ടാനും ചിന്താശേഷി വളർത്താനും ഭാഷാശുദ്ധി വരുത്താനും സഹായിക്കും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളരും. കൂട്ടുകാരെ, ശരീരം കൊണ്ട് മാത്രം വളരാതെ നല്ല ചിന്തകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും വളരാൻ നാം ജീവിക്കണം. പാഠപുസ്തകങ്ങൾക്കപ്പുറം കഥകളും കവിതകളും ജീവചരിത്രങ്ങളും നാം വായിക്കണം. മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് വലിയ പ്രചോദനമാകണം. വായിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഈ വായനാ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ദിവസവും കുറച്ച് സമയമെങ്കിലും ഞാൻ പുസ്തകം വായിക്കാൻ മാറ്റിവെക്കും. ഒരു നല്ല പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. അത് നമ്മെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയോ ചലിക്കുകയോ ഇല്ല. അക്ഷര വെളിച്ചം കൊണ്ട് ജീവിതം ധന്യമാക്കാൻ വായന ശീലമാക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.